പെരുമൺ. ജൂലൈ 8 കേരളത്തിന്റെ ചരിത്രത്തിൽ ഒരിക്കലും മായാത്ത ഒരു മുറിവ്. സാധാരണ ഒരു യാത്രയായി തുടങ്ങിയ ആ ദിനം നൂറുകണക്കിന് കുടുംബങ്ങളുടെ ജീവിതം എന്നേക്കുമായി മാറ്റിമറിച്ചു. പെരുമൺ പാലത്തിലെത്തിയ നിമിഷം എല്ലാം മാറി. ഒരു വലിയ ശബ്ദം, ഭീതിയുടെ നിലവിളികൾ. നിമിഷങ്ങൾക്കുള്ളിൽ ബോഗികൾ വെള്ളത്തിലേക്ക് പതിച്ചു. ജീവൻ രക്ഷിക്കാൻ പലരും പൊരുതി. ചിലർ രക്ഷപ്പെട്ടു. എന്നാൽ അനേകർക്ക് ആ യാത്ര അവസാന യാത്രയായി മാറി. കണ്ണീരും നിലവിളികളും ഇന്നും പെരുമൺ കായലിന്റെ കാറ്റിൽ അലിഞ്ഞു നിൽക്കുന്നത് പോലെ തോന്നും. ദുരന്തത്തിന് പിന്നാലെ നാട്ടുകാരും രക്ഷാപ്രവർത്തകരും സ്വന്തം ജീവൻ പോലും പണയം വെച്ച് അനേകം പേരെ രക്ഷിക്കാനിറങ്ങി. അവരുടെ ധൈര്യവും മനുഷ്യത്വവും ഇന്നും ആദരവോടെ ഓർക്കപ്പെടുന്നു. കാലം കടന്നുപോയെങ്കിലും ആ ദുരന്തത്തിൽ ജീവൻ നഷ്ടമായവരുടെ ഓർമ്മകൾ ഇന്നും അവരുടെ കുടുംബങ്ങളുടെ ഹൃദയത്തിൽ ജീവിച്ചിരിക്കുന്നു. ഇതൊരു ട്രെയിൻ അപകടത്തിന്റെ കഥ മാത്രമല്ല, നൂറുകണക്കിന് സ്വപ്നങ്ങളുടെ കഥയാണ്. തിരിച്ചു വരാത്ത യാത്രക്കാരുടെ കഥയാണ്. മനുഷ്യത്വത്തിന്റെയും ധൈര്യത്തിന്റെയും കഥയാണ്. 105 ജീവനുകളാണ് അന്ന് കൊല്ലത്ത് അഷ്ടമുടിക്കായലിന്റെ ആഴങ്ങളിൽ പൊലിഞ്ഞത്. ദുരന്തത്തിന് കാരണം ചുഴലിക്കാറ്റാണെന്ന് റെയിൽവേ പറയുമ്പോഴും അത്തരമൊരു ചുഴലിക്കാറ്റിന് ട്രെയിനിനെ മറിച്ചിടാൻ കഴിയുമോ എന്ന ചോദ്യം ജനമനസ്സുകളിൽ ഇപ്പോഴും ബാക്കിയാണ്. ദുരന്തത്തിന് കാരണം ചുഴലിക്കാറ്റാണെന്ന് റെയിൽവേ പറയുമ്പോഴും അത്തരമൊരു ചുഴലിക്കാറ്റിന് ട്രെയിനിനെ മറിച്ചിടാൻ കഴിയുമോ എന്ന ചോദ്യം ജനമനസ്സുകളിൽ ഇപ്പോഴും ബാക്കിയാണ്. മഴയ്ക്കൊപ്പം മരണം പെയ്തിറങ്ങിയ ആ ദിനം പെരുമൺകാർ മറക്കില്ല. ആ നടുക്കം വിട്ടുമാറാത്തവർ ഇന്നും നമ്മുടെ ഇടയിലുണ്ട്. ആ ട്രെയിനിൽ ഇന്നത്തെ CPIM ജനറൽ സെക്രട്ടറി MA ബേബിയുടെ പങ്കാളിയും 9 മാസം പ്രായമുള്ള മകൻ അപ്പുവും ഉണ്ടായിരുന്നു. ഐലൻഡ് എക്സ്പ്രസിൽ സ്ലീപ്പർ കോച്ചിലായിരുന്നു ബെറ്റിയും മകനും. ഒരു ബോഗിക്ക് മുകളിലേക്ക് വീണ മറ്റൊരു ബോഗിയിലായിരുന്നു അവർ. അതുകൊണ്ട് പൂർണ്ണമായും മുങ്ങിയില്ല. വെള്ളത്തിൽ മുങ്ങിയുള്ളൂ. ഒരു ബോഗി മാത്രമേ വെള്ളത്തിൽ മുങ്ങിയുള്ളൂ. നിരവധി ശരിക്കും പറഞ്ഞാൽ അന്ന് ബേബി ഇതായിരുന്നു, MP ആയിരുന്നോണ്ട് സ്പൗസ് പാസ് ഉണ്ടായിരുന്നു. അപ്പൊ നാട്ടില് സെക്കൻഡ് ക്ലാസ് ഓർഡിനറി ക്ലാസ്സിൽ യാത്ര ചെയ്താൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം ഞങ്ങള് ഇതിൽ കയറിയതാണ്. മറ്റേ ഫസ്റ്റ് ക്ലാസ് മരിച്ചു. ആ സമയത്ത് ഞാൻ ഒരു കൈ കൊണ്ട് മോനെ എടുത്ത് ഒരു കൈ ജനലിൽ പിടിച്ചു. മകനെ മാറോടണച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ഒരാളോട് അവർ അഭ്യർത്ഥിച്ചു, മകനെ രക്ഷിക്കണം, മോനെ പാർട്ടി ഓഫീസിൽ ഏൽപ്പിക്കണം. ഞാനിങ്ങനെ മോനെ രക്ഷിക്കും, മോനെങ്കിലും രക്ഷിക്കും പ്ലീസ് എന്ന് പറഞ്ഞ് മോനെ ഇങ്ങനെ ഇട്ട് കൊടുത്തെന്ന് പോലും എനിക്കറിയില്ല. ഞാൻ ബേബിനെ ഏൽപ്പിക്കണം, പാർട്ടി CPM പാർട്ടി ഓഫീസിൽ ഏൽപ്പിക്കണം, മാർക്സ് പാർട്ടി ഓഫീസിൽ ഏൽപ്പിക്കണം. MA ബേബിയുടെ മകനാണെന്ന് പറഞ്ഞാൽ മതി. അയാൾ കുട്ടിയെ വാങ്ങി. പിന്നീട് ബെറ്റിയെയും ആരോ രക്ഷപ്പെടുത്തി. ചില ദുരന്തങ്ങൾ ചരിത്ര പുസ്തകങ്ങളിലെ ഒരു അധ്യായമായി മാത്രം ഒതുങ്ങില്ല. അവ അനേകം കുടുംബങ്ങളുടെ ഹൃദയങ്ങളിൽ ഒരിക്കലും മായാത്ത ഓർമ്മകളായി ജീവിക്കും. പെരുമൺ ദുരന്തവും അത്തരത്തിലൊന്നാണ്. ആ ദിവസം നഷ്ടമായ ഓരോ ജീവനെയും നാം ആദരവോടെ ഓർക്കുന്നു. അവരുടെ കുടുംബങ്ങളുടെ ദുഃഖം മനസ്സിലാക്കുകയും അത്തരം ദുരന്തങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ സുരക്ഷയ്ക്കും ഉത്തരവാദിത്വത്തിനും കൂടുതൽ പ്രാധാന്യം നൽകേണ്ടതിന്റെ ആവശ്യകത ഓർമ്മിപ്പിക്കുകയും ചെയ്യാം. ഇപ്പോഴും ചുഴലിക്കാറ്റിന്റെ ചുഴിയിൽപ്പെട്ട് ചുരുളഴിയാതെ തുടരുകയാണ് പെരുമൺ ദുരന്തത്തിന്റെ യഥാർത്ഥ കാരണം.